ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ലിയയുടെ വീട്ടിലാണ്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറിയിട്ടുണ്ട്. അവൾ ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടേക്കുമായിരുന്നു. ഇന്ന് അവൾക്ക് ബ്രൈറ്റ് ടു ബിയുടെ ഫംഗ്ഷൻ ചെറുതായിട്ട് കൊടുക്കുവാണ്. നാട്ടിൽ പോയിട്ട് നടത്താനുള്ള സമയമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തു. ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ അറേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ ലിയയും ശ്രീജ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കാണിക്കാം. അപ്പം ചെറുതായിട്ട് ബ്രൈറ്റ് ബി സെലിബ്രേറ്റ് ചെയ്യുന്നു. അതായിരിക്കും ഈ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ സ്റ്റേജ് ഒക്കെ ഡെക്കർ ചെയ്തിട്ട് കാണിക്കാം. അല്ല, അതിന് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ കാണിക്കട്ടെ. ലിയനൊക്കെ ശ്രീജ ഹായ്. ലിയ എന്നെ കൂടെ കുറച്ച് കാണിക്കില്ലേടി? കാണിക്കും. പേടിക്കട്ടെ, ഇതും കിട്ടിക്കോളൂ. ഇത് കൊള്ളാം. ഇത് വെച്ച് നോക്കിക്കേ. നീ തലയിരിഞ്ഞ മതി മതി മതി. ഇത് ഗോൾഡൻ ആയിട്ടാണോ വന്നേ? പക്ഷേ ഞാൻ ബ്ലാക്ക് ആയിരുന്നു ഉദ്ദേശിച്ചത്. ഇതിങ്ങനെ സാഷ്. ഓ ബ്രൈറ്റ്. ഇത് നമ്മുടെയാ, അവളുടെ ബ്രൈഡാ. അതെന്താ ഇതാണോ അവളുടെ? ഈ വൈറ്റ് കൊടുക്കണം. വൈറ്റ് കൊടുക്കുന്ന നമ്മളെ വ്യത്യാസം ഇതെല്ലാം വലിച്ചു വരിക, അടുക്കി വെക്കും. നമുക്ക് ഓരോ ഈ സൈഡ് നമുക്ക് കേക്കിന് ടോപ്പറായിട്ട് വെക്കണം. ഇത് കണ്ടെങ്കിൽ ചുറ്റി വെക്കണം. വേസ്റ്റ് അല്ല ഈ കവറിലിടാം. ബ്രൈഡിനുള്ള ബലൂൺ സ്പെഷ്യലി ഇതെല്ലാം നമ്മൾ സെറ്റ് ആക്കി കഴിയുന്നതായിരിക്കും രസം. പക്ഷെ ഇന്നത്തെ ക്ലൈമറ്റ് എത്ര പോരാ. ഇത്രയും ദിവസം വെയിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എന്താ ഐശ്വര്യം വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. അവർക്ക് എന്റെ അമ്മോ അല്ലെങ്കിൽ കെട്ടാൻ പ്രാന്തോ ഓടിപെട്ടി. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. ഹായ് കണ്ണാടി. എനിക്കില്ല കണ്ണാടി. അത് ബ്രൈറ്റ് ടു ബി ആണല്ലോ. എന്തോ എനിക്ക് താല്പര്യം എടുത്തത് പെട്ടെന്ന് ബ്രൈഡാണ് പറയണോ? കണ്ണാടി കണ്ണാടി ഇഷ്ടത്തിന് നിൽക്കുന്നുണ്ടോ? ഞങ്ങളുണ്ട്. നല്ല ക്ലാസ്സാ. റൈബാൻ പോലെ ഇതെന്റെ പുതിയ റൈബാൻ. അതെന്റെ പുതിയ റൈബാനാണ്. ഇവിടെ എല്ലാവർക്കും ഉള്ളത്. ഇനി എന്നെ കാണാമല്ലോ. മൂക്കള വന്നിരിക്കുന്നു. തുറച്ചിടാം. പക്ഷെ ഇവര് അത് 10 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടു ഈ ഒരു സൈസ് കറക്റ്റ് മതിയേ. ഇതെങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? ശ്രീജിക്ക് ഭാവം വരുന്നോണ്ട് കുറച്ച് മാറി നിന്നിട്ട് വേർപ്പിക്കാം. ഇത് അയ്യോ അവിടെ കാണത്തില്ലടി. ഇത് കണ്ടോ? നാരങ്ങ വെച്ചേക്കാം. രണ്ട് കാറ്റടിച്ചാൽ മതി. தமிழ் சொல்லு. சப்ஸ்கிரைப் பண்ணுங்க. சோ இவன் என் ஃப்ரெண்ட் ஜோஸ்னா. இவள எல்லாரும் சப்ஸ்கிரைப் பண்ணுங்க, ஃபாலோ பண்ணுங்க, லைக் பண்ணுங்க. பெல் பட்டன் அடிச்சு போட்றது சொல்லையா? பெல் பட்டனை கிளிக் பண்ணுங்க. ஓகே. இன்ஸ்டாகிராம் சொல்லுங்க. போதுமாங்கறத கட் பண்ணிக்கோ. ஓகே. நீ യൂട്യൂബിലെ മുഴുവൻ தெரிஞ்சா என்னத்துக்காக இருக்கு? കോസ്റ്റ്യൂം നോക്കൂ ഗയ്സ്. നോക്കാதீங்க ഗയ്സ്. ഒരു സ്വേൾ കൊടുங்க. ജോസ്ന. ഓ ഗോഡ്. മതി. ഞാൻ അവിടെ ഇരുന്ന് അടി സാരി ഇത് കിട്ടാതെടി. വഴക്ക്. ഇവക്കൊക്കെ മലയാളം പറയാൻ അറിയാല്ലേ? എനിക്ക് മലയാളം അറിയൂടി. ഇടി എനിക്ക് தெரியும். മലയാളമില്ല മലയാളം. உனக்கு ஆ இ மலையாளம் எழுத தெரியுமா? எனக்கு தெரியும். அதுல நான் டெஸ்ட் வச்சா ஐ வில் பாஸ். ആണോ? ഗയ്സ് ഇവളോട് കായ്ക്ക പറയാൻ പറ. കായ്ക്ക പറ. കായ്ക്ക ഗായ്ച്ച. ഓക്കേ. കായ്ക്ക പറയടി. അല്ല தெரியல. അതല്ല. എടി അല്ലടി. എടി കായ്ക്ക ഗ ഇഖ ങ ജ ചായ് ഛ ജ ഇച്ഛ ഞ്ഞ. ഗയ്സ് ഇതാ നോക്കൂ. കപ്പ ആൻറ്റി മുളക് കറി.
ഇവിടെ സ്പൂൺ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. ഓ ഗോഡ്, ലുക്ക് അറ്റ് ദിസ്. ലിയയുടെ സ്പൂൺ കളക്ഷൻ ആണ് ഗൈസ്. ഗൈസ് ഇത്രയാണ് സ്പൂൺ. നമുക്ക് ഇതിനകത്ത് കഴിക്കാം. ഓക്കെ, കപ്പയ്ക്ക് ടച്ചിങ് സൈഡ് അണ്ടിപ്പരിപ്പ്. ജോസിക്ക് തന്നെ കൊടുക്കാം ഗൈസ്. അവളോട് എങ്ങനെയുണ്ട് കപ്പ എന്ന് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ജോസിനെ കപ്പ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറ. നമുക്ക് കൃതിക്ക് കൊടുക്കാം. ഓക്കെ, പറഞ്ഞു പിടിച്ചൊന്നല്ല ഗൈസ്. കൃതിക, ഈ സ്പൂൺ എവിടെ വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, അത് താഴെ പോയി. ഇത്രയും നേരം കാണാത്ത കുറെ ഗൈസിനെ പെട്ടെന്ന് കണ്ടില്ലേ? എന്താ കാരണം? KFC എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കണം ഗൈസ്. നീ എന്നെ എടുത്ത ഞാൻ ഏറ്റവും കൂറ ഞാനാണ്. KFC-നെ കുറിച്ച് 2 വാക്ക്. ജീവനാണ്. കോഴിയില്ലാത്ത ലോകത്തിലേക്ക് ചിന്തിക്കാനേ പറ്റില്ല. ലിയയുടെ കല്യാണത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു ജീവനുള്ള കോഴി. നിന്നെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോളാം. എന്റെ കയ്യിൽ തന്നെ പോരുന്ന മതിയായിരുന്നു. പതഞ്ഞു വരും. ഡയറ്റിലുള്ള ബ്രൈഡ് തിന്നുന്നതാണ് ബക്കറ്റോടെ ചിക്കൻ. കഴിച്ച മോനെ. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഔട്ട്ഫിറ്റ്. ഞാൻ 4 மணியாயிருச்சு. நான் இன்னும் சார்ஜ் இல்லை. என்னையும் லியாவையும் 2 போட்டோ எடுத்து கொடுத்தேன். நான் கிளம்புறேன் ப்ளீஸ். ഗേൾസിന്റെ റൂമാണ് കേട്ടോ. കൃതിക പോവാണ്, അവൾക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. അപ്പൊ ഞങ്ങള് അവള് നേരത്തെ പോവാണ്. മെയ്റ്റ് ഹോണർ. ഓക്കെ, തിരിഞ്ഞു നാട്. വിളിച്ച സമയത്ത് 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് മിന്നുവിന്റെ ലവ് നിഷേധിച്ചിരിക്കുന്നു. അയ്യോ, അതുകൊണ്ട് കണ്ടില്ല എന്ന് വെച്ചു. ഗൈസ്, ഇതാണ് ബ്രൈഡ്. ഇതാണ് ഞങ്ങളുടെ മത്സ്യ കന്യക. ഒന്ന് തിരിഞ്ഞ്. അതെ, അന്ന് തോന്നുന്നു. She's looking like a wow. Okay. എല്ലാവരും കൈ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതെ, ഞാൻ ഇവളമാരോട് ചോദിച്ചല്ലേ, അത് തിരിഞ്ഞു പോയി. അത് കുഴപ്പമില്ല മോനെ, അതാണ് അതിന്റെ മോതിരമാണ് വളഞ്ഞു പോയി. ബലൂൺ ഒട്ടിച്ചില്ലേലും വേഗം ഉണ്ടായി. ആരുടെ തല? ഇവളുടെയാ? ഒട്ടിക്കുന്നത് കൊണ്ടേ എനിക്ക് വേണോ? എല്ലാ ടീം റൈഡ് വന്നല്ലോ. ടീം റൈഡ് ഇസ് റെഡി. ബ്രൈഡിന് തൊട്ടിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വാടി. ഗ്ലൻസിന്റെ മുഖത്തും നമ്മള് കോഴീനെ ഒട്ടിക്കും കേട്ടോ. എടി, ഇവളെ കാണത്തില്ലടി, അവളെ ആഡ്ലിനെ. കുറച്ചിങ്ങനെ വിടർന്നിരിക്കും, അപ്പൊ പിന്നെ കിട്ടും. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, നമ്മള് ബ്രൈഡിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അങ്ങനെയല്ല, അതൊക്കെ മറിഞ്ഞോളൂ. സെറ്റ്.
ഇനി അങ്ങോട്ട് നടന്നോ. കേക്ക് ഉണ്ടോ? കിരീടധാരി. ഓ അത് കൊള്ളാം. ഇഷ്ടായോ? നല്ല രസമുണ്ട്. ഇത് തിളങ്ങുന്നു. ആ സാധനം മാറ്റി വെക്കാം. കണ്ടോ? എടി ഇവിടുന്ന് ഡാർക്കാ. നമുക്ക് പുറത്തേക്ക് പോകാൻ വീഡിയോ ഓണാണ് കിട്ടും. എടി ലൈറ്റ് കൂടെ കിടക്കോ? കുഴപ്പമുണ്ടോ? മറ്റൊന്നല്ല ഓഫ് ചെയ്തോളൂ. നല്ല തണുപ്പാണ് പുറത്ത്. അപ്പൊ സന്തോഷം. അല്ല നീ പിടിക്കണ്ടല്ലോ. നീ അതുകൊണ്ട് പോ, ഞാൻ എന്റെ പുറകെ വരാം. അത് മുഴുവൻ കഴുത്തെ കുടിക്ക് ചാവരുത്. ഫ്രണ്ടിൽ നിന്ന് എടുക്ക ഇറങ്ങി വരുന്നേ. എടി ഇവളോട് പോകുന്നു പറഞ്ഞു എന്നോട്. ഇങ്ങോട്ടാണോ? ബ്രൈഡിന്റെ സാധനം എന്റെ കയ്യിലോട്ടോ. പ്രകൃതിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. എടി എടി ടിഷ്യൂ പേപ്പർ വേണമായിരുന്നു. ഓടുവോ? ക്യാമറമാൻ അല്ല, അപ്പൊ നമ്മൾ തന്നെയാണ് ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്യുന്നത്. നോക്കട്ടെ എങ്ങനെ കിട്ടും. ഓക്കെ സൈഡ് പിണങ്ങി പോയി ഗൈസ്. ഇഷ്ടപ്പെട്ടില്ല ഫോട്ടോ എടുത്തത്. അത് അങ്ങ് മൂലിക്ക് ഇതാ ഫോൺ നോക്കിയിരിക്കുന്നു. സാഡ്, വെരി സാഡ്. നമ്മുടെ ഇതിന്റെ ഹാർട്ട് മാറിപ്പോയി. ബ്രൈഡ് കാണിക്കണം. ബ്രൈഡ് കാണിക്കാം. എല്ലാവരും കൈ കാണുന്നുണ്ടോ? എടി ഞാൻ ഒരു ഫോട്ടോ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഗൈസ്. നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവളമാരൊക്കെ വിളിക്കൊണ്ട് കേട്ടോ. വെട്ടൊക്കെ ഉണ്ട്, നീ കട്ട് ചെയ്യ. ഹാപ്പി വെഡിങ് ടു ലിയ. സ്വന്തമായിട്ട് വായിച്ചോ. ആദ്യം അവന് വേണേ കൊടുത്തോ. ഞാൻ ബ്രൈഡിനൊരു കേക്ക് കൊടുക്കട്ടെ. സൂപ്പർ കേക്ക്. എനിക്ക് മുറിച്ച് തിന്നാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാം. എല്ലാവരും കേക്ക് ഒരു പീസൊക്കെ കൈ പിടിച്ചോ. മറ്റേ കോൾഗേറ്റിന്റെ പരസ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ. ഞങ്ങൾ പോവാണ്. ഇറങ്ങാൻ തുടങ്ങുന്നു. നിങ്ങളെല്ലാവരും കണ്ടു, ലിയയുടെ ബ്രൈഡൽ ഷോ പാർട്ടി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നാളെ ഷിഫ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നേരത്തെ വന്നില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു. നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും ഒരുമിച്ചാണ് ഇപ്പോൾ കൂടുന്നത്. കുറേ നാളായി നന്നായി എൻജോയ് ചെയ്തത് നമ്മളെല്ലാവരും. ഞാൻ കുറച്ച് ഫോട്ടോസ് ടാഗ് ചെയ്യാം കേട്ടോ ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ് കോഡ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. അതുപോലെ തന്നെ ബ്രൈഡ്സിൻ്റെ ഡ്രസ്സ് ആണെങ്കിലും കംപ്ലീറ്റ് വെറൈറ്റി ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക്
ഞങ്ങൾക്ക് ആ അറേഞ്ച് ചെയ്ത തീം എല്ലാം നന്നായി തന്നെ ഒരു കൈൻഡ് ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് ഞങ്ങൾ പുറകിൽ എല്ലാവർക്കും കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ബ്ലൂ ആയിട്ട്, അതുപോലെ തന്നെ കേക്ക് തീമും നമ്മൾ കൊടുത്തത് ഒരു ഓംബ്രേ ഷെയ്ഡ് വരുന്ന പോലെ തന്നെ വൈറ്റും ലൈറ്റ് ബ്ലൂ ആൻഡ് അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ അങ്ങനെയാണ് കൊടുത്തത്. അപ്പം കേക്ക് ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അതും ശരിയായി. എനിവേ എല്ലാം നന്നായിരുന്നു, നന്നായി നടന്നു. ഐ ഹോപ്പ് യു ഓൾ വിൽ ലൈക്ക് ദിസ് വീഡിയോ. കംപ്ലീറ്റ് എന്താ നടന്നതെന്നുള്ള ഇത് കാണിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ മോസ്റ്റ് ഓഫ് എല്ലാവരുടെയും ഫോൺ ഓഫ് ആയി പോയിരുന്നു. അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ പറ്റിയില്ല. ചാർജ് ആരും കൊണ്ടുപോയിട്ടില്ലായിരുന്നു, ചാർജർ ഫോൺ ഫുള്ളായിട്ട് ഓഫ് ആയിപ്പോയി. അപ്പം ഞാൻ ഇവിടെ തന്നെ വൈൻഡപ്പ് ഞാൻ അവിടെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യേണ്ടതായിപ്പോയി. എനിവേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.